ഹലോ എവരിവൺ, വെൽക്കം ടു A4 അടുക്കള. നമുക്കിന്നൊരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കിയാലോ. കൂന്തൽ അല്ലെങ്കിൽ കണവ നമുക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കാം. അതിനുശേഷം ഇത് വട്ടത്തിൽ കട്ട് ചെയ്യുക. കൂന്തൽ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചാനൽ വിസിറ്റ് ചെയ്യുക. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈ കൂന്തലൊക്കെ വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കൂന്തൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുക. ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല ഉണ്ടാക്കാം. അതിനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. ഈ മസാല നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തലിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം കേട്ടോ. ഒരു ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണയൊഴിച്ച് നമുക്ക് ഈ കൂന്തൽ വറക്കാനായിട്ട് വയ്ക്കാം. സ്വാദും മണവും ഗുണവും ഒക്കെ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിൽ ഇടാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലാവും. അതുകൊണ്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒരു വശം ഒന്ന് മൂപ്പിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്നും കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കുക. കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ. ഞാൻ ബാക്കിയുള്ള കണവ കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കൂന്തലെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.